നമസ്കാരം. വുമൻസ് വൈബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ ഒരു സീറ്റിൽ ഇരിക്കുന്നത്. നമുക്കിത് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രവാസി മലയാളികൾക്കിടയിൽ സുപരിചിതമായ ഒരു വ്യക്തിത്വമാണ്. ആതുര സാമൂഹ്യ സേവന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ഹാജിറാബി വലിയകത്ത് സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഈ വർഷം കഴിയാറായല്ലേ? വർഷം കഴിയാറായി. 2-3 ദിവസം കൂടെ ന്യൂ ഇയറിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. എത്ര വർഷമായി ഇപ്പം ദുബായിൽ എത്തിയിട്ട്? 21 വർഷം അല്ലേ? നഴ്സിംഗ് ആണ് പ്രൊഫഷൻ? നഴ്സിംഗ് ആണ്. അപ്പം വന്നത് തന്നെ ആ ഒരു ജോലി ആയിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പോരുവാണോ അത് ഇവിടെ വന്നിട്ടായിരുന്നോ ജോലി? അല്ല, ഞാൻ വന്നത് നഴ്സിംഗിന് തന്നെയാണ് വന്നത്. പക്ഷെ അതൊരു ഉമ്മേനെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹോം നേഴ്സ് എന്നുള്ള നിലയ്ക്ക് ഒരു 2 മാസത്തേക്ക് വന്നതായിരുന്നു. വന്നു കഴിഞ്ഞപ്പം ഒരു വഴിക്ക് പോകുന്നതല്ലേ, സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ വെച്ചു ഇവിടെ വന്നു. ജോബ് അന്വേഷണം അവിടെ നിന്നുകൊണ്ട് തന്നെ ജോബ് അന്വേഷണം ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടി. അപ്പോൾ അതിൽ നമുക്ക് പറ്റിയത് നോക്കി ചൂസ് ചെയ്ത് ആദ്യം ഞാൻ കയറിയത് അസ്തറിലായിരുന്നു. അന്ന് അൽറഫ ആയിരുന്നു. അവിടെ കയറി 3 വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന മെഡിക്ലിനിക് സിറ്റി ഹോസ്പിറ്റലിൽ കയറി. എത്ര വർഷം മെഡി സിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്? 17 വർഷം. 17 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരിക്കുകയാണല്ലേ? ഓക്കെ. നാട്ടിൽ എവിടെയാ വീട്? തൃശ്ശൂര്. ഫാമിലി തൃശ്ശൂരാണ്. മക്കള് ഇടയ്ക്ക് വരും പോവും. വെക്കേഷൻ ആകുമ്പോ വരും പോവും. മോൻ ഇപ്പൊ ജോലിയിലാണ്, മൂത്തയാള്. അപ്പൊ ഇടയ്ക്ക് വർക്ക് അറ്റ് ഹോം എടുത്തിട്ട് വന്ന് നിൽക്കും. ഞാനും വർഷത്തിൽ 2-3 തവണ പോകും. ഈ ഹാജിറാബി വലിയകത്ത് എന്നുള്ള ഒരു പേര് ഇവിടെ പ്രവാസി മലയാളികൾക്കിടയിൽ ഇത്താന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത് അല്ലെ? ഒരു കോളിനപ്പുറം അല്ലെങ്കിൽ ഒരു വിളിക്കപ്പുറം ഇത്ത ഉണ്ട് അല്ലെ, ഹാജിത്ത ഉണ്ട് എന്ന ധൈര്യത്തിൽ ജീവിക്കുന്ന അനേകർ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ ഒരു സാമൂഹ്യ സേവന രംഗത്തേക്ക് എന്തുകൊണ്ടാണ് താല്പര്യം ഉണ്ടാകാൻ? അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണമുണ്ടോ? പ്രത്യേക കാരണം എന്ന് വെച്ച് വന്നാല് നമ്മള് എന്താ പറയാ, ഞാൻ വളരെ താഴെയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങൾ 9 മക്കളാണ്. വിഷമം എന്താണ്, വിശപ്പ് എന്താണ്, കഷ്ടപ്പാട് എന്താണെന്ന് നല്ലപോലെ അനുഭവിച്ചും കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് കാലത്തൊക്കെ നമ്മളുടെ ജീവിത ആ ഒരു സാഹചര്യത്തില് ഗൾഫുകാർ എന്ന് പറയുന്നത് ഭയങ്കര വിരളമായിട്ടാണ്. 3-4 വീടുകൾക്ക് അപ്പുറമൊക്കെ നമുക്ക് കാണാൻ പറ്റാം. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു വീടിന്റെ ആ ഒരു വഴിയില് ആകെ 2 ഗൾഫുകാരേ ഉള്ളൂ. അത് ഒരു കിലോമീറ്ററിന്റെ ആ ഒരു ഇതില്. അപ്പോൾ അവിടുത്തെ ഒരു എൻ്റെ ഫസ്റ്റ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടുത്തെ എൻ്റെ ഒപ്പം മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെ ഫാദർ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഓരോ വർഷം വരുമ്പോഴും ചോക്ലേറ്റ്, അതുപോലെ മുത്ത്, മാല, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ കിട്ടിയ ഹീറോ പെണ്ണ്. ഓരോ വരവിലും ഓരോ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷാണ് അത് ഉപയോഗിക്കാനും. അത് മറ്റുള്ളവരുടെ മുന്നിലിട്ട് നടക്കുമ്പോ നിനക്ക് ഇത് എവിടുന്ന് കിട്ടിയ ധാരാ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോ നമ്മുടെ ആരും അല്ല, പക്ഷെ നമ്മളുടെ ആരോ പോലെ നമ്മളുടെ ഒരു നെയ്ബറായിട്ടുള്ളവർ നമുക്ക് തരുമ്പോ അതിനെ വളരെയധികം സന്തോഷത്തോടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ എന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു നല്ലൊരു ചിന്ത എനിക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല, നമ്മളുടെ സാഹചര്യം, നമ്മൾ വളർന്നു വരുന്നതും കഷ്ടപ്പാട്. വീട്ടില് ഇപ്പൊ ഞങ്ങൾ 9 മക്കളില് ഇപ്പൊ ഓരോ വയസ്സ് 1.5 വയസ്സിന്റെ ഒക്കെ വ്യത്യാസമുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഒപ്പമായിട്ട് കാണാൻ പറ്റും നമുക്ക്. അപ്പോ ഇവരെ മൂത്ത ആളിൽ ഒരാളുടെ സ്കൂൾ പഠനം നിർത്തിയിട്ടാണ് അടുത്ത ഒരാളിനെ ആഡ് ചെയ്യുക. പിറ്റത്തെ വർഷം ഒരാളെ ചേർത്തണമെങ്കിൽ അതിന്റെ ഏറ്റവും മൂത്ത താഴെ ആളുടെ പഠിത്തം നിർത്തും. അപ്പൊ ചേച്ചിമാരൊക്കെ 3-ാം ക്ലാസ് 4-ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ. എന്റെ വീട്ടില് പ്രൗഡ്ലി ഐ ക്യാൻ സേ 10ാം ക്ലാസ് തികച്ചത് ഞാനൊരാളാണ്. ഒരു വിദ്യാഭ്യാസം എന്ന് പറയാനായിട്ട് എന്റെ വീട്ടില് ഉള്ളത് ആദ്യത്തെ 10ാം ക്ലാസ് വരെ ഞാനാണ്. വേറെ എന്റെ ബ്രദേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും 8, 9 ആ ഒരു ക്ലാസ്. പിന്നെ എന്റെ താഴെ അനിയന്മാര് 2 പേര് 10ാം ക്ലാസ് അവര് കംപ്ലീറ്റ് ആക്കി. കാരണം ഒരാൾ എഡ്യൂക്കേറ്റഡ് ആയവരുണ്ടായാലേ അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനും താഴെയുള്ളവർക്ക് അതിനെ പഠിക്കണം എന്നുള്ളത് എന്നോട് ആരും ഉണ്ടായിരുന്നിട്ടില്ല പറയാനായിട്ട്. പക്ഷെ എനിക്ക് എന്റെ തന്നെ സ്വയം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പഠിക്കണമെന്നുള്ളത്. ചേച്ചിമാരൊക്കെ ചെറുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞു കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഇതുപോലെ വേണ്ട, എനിക്ക് പഠിക്കണം, എനിക്കൊരു ജോലി വേണം എന്നുള്ളത് കുഞ്ഞിലേ അല്ല എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം നേഴ്സിനോടും വനിതാ പോലീസിനോടും ആയിരുന്നു ആഗ്രഹം. പക്ഷെ വനിതാ പോലീസിലെത്തിയില്ല, നേഴ്സിലെത്തി. അത് രണ്ടും 7 ആണല്ലോ. തീർച്ചയായും നേഴ്സിലെത്തി.
ആ നേഴ്സ് ജീവിതം ഇന്നും സന്തോഷത്തോടു കൂടിയിട്ട് വളരെ ആത്മാഭിമാനത്തോടു കൂടി പറയാം, ഫ്രം മൈ ഹാർട്ട് ഞാനത് ജനങ്ങളിലേക്ക് നല്ല രീതിക്ക് തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ തന്നെ ഞാൻ എൻ്റെ സേവനം എന്താണോ അത് സെർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഡെഡിക്കേറ്റഡ് സേവനത്തിന് ഒരുപാട് അംഗീകാരങ്ങളും ആദരവുകളും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അല്ലെ? മുഖ്യമന്ത്രിയിൽ നിന്നുൾപ്പെടെ ആതുര സേവനത്തിന് ഏറ്റവും നല്ല നേഴ്സ് എന്നുള്ള ഒരു പ്രൊഫഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് മമ്മൂട്ടിയൊക്കെ ഒരു ചടങ്ങിൽ വെച്ചില്ലായിരുന്നു തന്നത്? അതെ അതെ, കൈരളിയുടെ അവർ ആദ്യമായിട്ടാണ് ഒരു നേഴ്സുമാർക്കുള്ള ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നേഴ്സ് എന്നുള്ളതിലുപരി അതിനോടൊപ്പം തന്നെ സാമൂഹ്യ സേവനത്തിലും കൂടെ ഏർപ്പെടുന്നതിന്റെ അടിസ്ഥാനം കൂടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ അതിനൊരു ഭാഗ്യം ലഭിച്ചു. എത്രയോ ആയിരക്കണക്കിന് നോമിനേഷൻ ചെന്നതിൽ നിന്നും തെരഞ്ഞെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 4 പേരെ വിന്നറാക്കിയതിൽ 4-ൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഒരാളായിരുന്നു. അപ്പം നമ്മള് ആതുര സേവനത്തിൽ അങ്ങനെ എല്ലാ രീതിയിലും ആ ഒരു പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സംസാരിച്ചു വരുന്ന സാമൂഹ്യ സേവനത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം സാമൂഹ്യ സേവനത്തിലേക്ക് വരില്ല. അപ്പം അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടാണോ ഇതിലേക്ക് കടന്നു വരാൻ എന്തെങ്കിലും പ്രചോദനമായത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവം ഇതുപോലെ എനിക്കെന്ന് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതിൽ നിന്നും അന്നൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ആർക്ക് എന്ത് ചെയ്യാനാ? പക്ഷെ വളർന്നു വന്നു, ഞാൻ ആ നേഴ്സ് ആവണം എന്നുള്ള എൻ്റെ ആഗ്രഹം സഫലമായി. അങ്ങനെ തന്നെ വിവാഹം കഴിഞ്ഞു, നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഗൾഫിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം. നമ്മുടെ കുടുംബത്തിനോട് വളരെ അടുത്ത ഒരു ഉമ്മേനെ ഒന്ന് 2 മാസത്തേക്ക് ഒന്നൊരു കെയർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മളോട് ചോദിക്കുന്നതും അങ്ങനെ വരുന്നതും. അപ്പൊ അതിനു മുന്നേ ഞാൻ സൗദിക്ക് പോയിരുന്നു. സൗദിക്ക് ഒരു ഗൾഫിലേക്ക് പോകണം, നമുക്ക് ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തില് ഗൾഫ് ആദ്യമായിട്ട് പോയത് സൗദിയിലേക്കായിരുന്നു. അവിടുന്ന് തിരിച്ച് നാട്ടിൽ വന്ന് നാട്ടിൽ നിൽക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്ന സമയത്താണ് വളരെ അടുത്ത കുടുംബത്തിന്റെ വളരെ അടുത്ത നമുക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു കുടുംബത്തിന് അവർക്കൊരു സഹായമായിട്ട് നമ്മളെ 1-2 മാസത്തേക്ക് ഉമ്മേനെ നോക്കാൻ വേണമെന്ന് പറഞ്ഞത്. വളരെ സന്തോഷത്തോടു കൂടി നമ്മളത് സ്വീകരിച്ചു. നമ്മൾ വന്നു. അപ്പോ അവരെ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ നമ്മൾ ഇവിടെ എങ്ങാനും ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് അന്വേഷണം നടത്തി നമുക്ക് കിട്ടി. അങ്ങനെയാണ് അസ്തർ ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനുഭവം, ഞാൻ വന്നിട്ട് ഒരു 3 മാസം 4 മാസം ജോലിയിൽ കയറിയിട്ട് ആയിട്ടുള്ളൂ. അതായത് ഇവിടെ ഈ വീട്ടിൽ ഞാൻ 2 മാസം കഴിഞ്ഞു. അവിടെ നിന്ന് വീണ്ടും അവർ 1 മാസം കൂടി ഹാജര ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ, നമുക്ക് ഒന്നുകൂടി 1 മാസം കൂടി ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരും ഹാജരാക്കിനി പോണോ, തിരിച്ച് ഇവിടെ ജോലി അന്വേഷിക്കണോ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അവരും സപ്പോർട്ടായിരുന്നു. എന്റെ CV-കൾ കൊണ്ടുകൊടുക്കാനും ഇന്റർവ്യൂവിന് കൊണ്ടുപോകാനും ഒക്കെ. എന്റെ ഇന്നും ആ ഒരു നല്ലൊരു കുടുംബമാണ് നമ്മുടെ കുടുംബത്തിനോട് ചേർന്ന്. അങ്ങനെ അവരും സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആസ്തർ ഹോസ്പിറ്റലിൽ കിട്ടുന്നത്. അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി ഒരു 4 മാസമൊക്കെ ആയ സമയത്ത് ഞാൻ റൂമിൽ ബെഡ് സ്പേസിൽ താമസിക്കുക. ആ സമയത്ത് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും കൂടിയും എനിക്കത് ഒരിക്കൽ കൂടി പറയാൻ, എൻ്റെ ഈ ഒരു ടേണിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ ആ ഒരു കഥ പറയാതെ പറ്റില്ല. അപ്പോൾ റൂമിൽ താമസിക്കുന്ന ഒരു സ്ത്രീ നാട്ടിലേക്ക് പോകാനായിട്ട് നല്ല സ്നേഹമാണ്. ഞാൻ ജോലി കഴിഞ്ഞ് ഓരോ സമയത്ത് ചായ ഉണ്ടാക്കിയിട്ടൊക്കെ എന്നെ ഒരു മകളെ പോലെ അല്ലെങ്കിൽ ഒരു അനിയത്തിനെ പോലെ ഭയങ്കര സ്നേഹമാണ്. ഞാനും അവരെ പേരിനോട് കൂടി അമ്മ എന്ന് ചേർത്താണ് വിളിക്കാറ്. ഒരു നല്ലൊരു തറവാട്ട്, നല്ലൊരു പാലക്കാട്ടുകാരെ അറിയാലോ, ഒരു തറവാടിത്തുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് അവരെ ഭയങ്കര കാര്യമാണ്, അതിലേറെ അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് താമസിച്ചുകൊണ്ടിരിക്കില്ല, അവർക്ക് എമർജൻസി ആയിട്ട് ഞാനൊന്ന് അമ്മേനെ കണ്ടിട്ട് വരട്ടെ പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോവാണ്. നാട്ടിലേക്ക് പോവാനായിട്ട് വീട്ടിൽ നിന്ന് പോയി എയർപോർട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കോള് വന്നു. ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് ഹാജരെ ആ വിളിയിൽ നമുക്കറിയാം അവരാ സൗണ്ട് പതറിയിട്ട്, ഞാൻ നാട്ടിലേക്കല്ല പോണത്, ഞാൻ ജയിലിലേക്കാണെന്ന് പറഞ്ഞു. അതൊരു ഷോക്കായിരുന്നു. നമുക്കറിയണില്ല എന്താണ് കാരണം എന്താണെന്ന്. പിന്നെ ഞാൻ അവരോട് സമാധാനമായിട്ട് എന്താണ് പറയുന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ അവർ ഇവിടുന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് വിസ 8,000 ദിർഹത്തിന് വാങ്ങിയതായിരുന്നു, ഫ്രീ വിസ. എന്നിട്ട് നിൽക്കായിരുന്നു. പക്ഷെ അവരെ ചതിച്ചു, അവരെ അബ്സ്കോണ്ടഡ് ഇട്ടു. അവർ ആ വിസ എന്നിട്ട് വേറെ ആൾക്ക് വിറ്റു. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ അവര് എന്നെ ചതിച്ചതാ. അവര് എന്നെ വിസയും പാസ്പോർട്ടും ഇതൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് അവർ വിളിക്കുമ്പോൾ ചെന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ അവരെ വിശ്വസിച്ചു. പക്ഷെ അവര് അബ്സ്കോണ്ടഡ് ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു.
അങ്ങനെ നിവൃത്തിയില്ല. ആ ഒരു സമയത്തൊന്നും ചെയ്യാനില്ല. പിന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അത് അവർ നടപ്പിലാക്കിയേ പറ്റും. അവര് ട്രൈ ചെയ്തു ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട്, ഈ വിസ കൊടുത്ത ആളിനെ വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ എയർപോർട്ടിൽ നിന്ന് കുറെ ട്രൈ ചെയ്തു. പോലീസുകാരും ട്രൈ ചെയ്തു. അവർ ഫോൺ എടുക്കുന്നില്ല, പിന്നെ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെയായിട്ട് ഇവരെ ജയിലിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണോ എന്റെ മൊബൈൽ പോയിട്ട് പിടിച്ചു വയ്ക്കും, ഇനി എനിക്ക് എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നെ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ പറയാൻ പറ്റുന്നു, അസൗകര്യം പോലെ ചെയ്യുന്നു പറഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഇവർ എന്നെ വിളിക്കുന്നു, പറയുന്നു ഇന്നമാതിരിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അവരോട് ചോദിക്കുക എങ്ങനെയാണ് നിങ്ങളെ അവിടെ നിന്ന് പുറത്ത് വരാനായിട്ട്. അപ്പൊ എനിക്ക് ഇവിടുത്തെ റൂൾസ് ഒന്നും അറിയില്ല. നമ്മൾ ഇവിടെ ഒരു പുതിയ ഒരാളാണ്, എന്താ പറയാ, ഒറ്റടി വെച്ച് നടക്കാം, ദുബായ് എന്താണെന്ന് തന്നെ നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞു ഇന്നമാതിരിയാണെന്നാണ്. അപ്പൊ എന്റെ ഒരു കസിൻ ബ്രദർ എനിക്ക് ഒപ്പത്തിന് എന്തിനും കൂടെയുള്ള റിലേറ്റീവ്സ് ഒക്കെ ഒറ്റയായിട്ട് അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എന്തിനും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള എൻ്റെ ഒരു ബ്രദറിനെ പോലെയുള്ള ഒരു വ്യക്തിത്വം. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഓക്കെ, അവരുടെ ഡീറ്റെയിൽ വാങ്ങിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരാളുടെ റെസിഡൻസി വിസ ഉള്ള ഒരാള് പാസ്പോർട്ട് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അവരെ ഇറക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അന്ന് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളുടെ പാസ്പോർട്ട് ഇരിക്കുന്നത് നമ്മളുടെ ഓഫീസിലാണ്, നമ്മളുടെ വർക്ക് പ്ലേസിലാണ്. അവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ട് ആദ്യം വാങ്ങിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് എംബസിയിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ അവിടെ നിന്ന് പാസ്പോർട്ട് വാങ്ങി, അത് കഴിഞ്ഞിട്ട് ഈ പാസ്പോർട്ടും കൊണ്ട് നേരെ ജയിലിൽ പോയി അവരുടെ വേറൊരു കൂട്ടുകാരിനെയും കൂട്ടി ജയിലിൽ പോയി ഇവരെ ഇറക്കി കൊണ്ടുവന്നു. വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് അതേ താമസിച്ചിരുന്ന ഞങ്ങളുടെ ആ ഒരു ബെഡ് സ്പേസിൽ തന്നെ വീണ്ടും ഇവരെ അവിടെ കൊണ്ടുവന്നു, എടുത്തു കൊണ്ടുവന്നു, താമസിപ്പിച്ചു. അപ്പൊ ഇത് കൊണ്ടുവരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരു വെള്ള പേപ്പറിൽ നമ്മളുടെ ഐഡിയ എവിടെയാണെന്നുള്ളതും എങ്ങാനും നമ്മളെ CID പിടിക്കുമോ എന്തെങ്കിലും ചോദ്യം അയാൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നു. അപ്പൊ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞു, മാക്സിമം പോയാൽ 7 to 10 days നിങ്ങൾ ഇവരുദ്ദേശിച്ച പോലെ ഈ ആളെ കണ്ടെത്താനോ നിങ്ങൾക്ക് ഈ ഒരു അബ്സ്കോണ്ടഡ് റിമൂവ് ചെയ്യാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചിതുപോലെ തന്നെ നിങ്ങൾ ഇവരെ കൊണ്ടുവന്ന് ഇവിടെ ആക്കണം. അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് എന്തൊരു ധൈര്യത്തിന് ആൾ അങ്ങനെ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. അത് റിസ്ക് ആണോ എന്താണോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവരിനെ ഒന്ന് സഹായിക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. അവരിനെ ജയിലിൽ നിന്ന് കൊണ്ടുവരണം, ഈ ആളെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ കണ്ടെത്തണം, അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിന്റെ വരായ്കളൊന്നും എനിക്ക് അറിയൂല, ചിന്തിച്ചിട്ടില്ല. വലിയൊരു പ്രശ്നമാണ് ഞാൻ ചെയ്യുന്നത്, വലിയൊരു കാര്യമാണെന്നൊന്നുമില്ല. എനിക്ക് അവരെ സഹായിക്കണം, അവർക്ക് എന്നെ അത്ര ഇഷ്ടമാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അങ്ങനെ കൊണ്ടുവന്നു, താമസിച്ചു. ഇവരൊന്നും റാഷിദിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ ഈ വിസ വാങ്ങി അവരുടെ വീട്ടിൽ പോയി നിൽക്കും, വീടിന്റെ പഠിക്കാൻ പോയി നിൽക്കും. അവിടെ ഒരു അനക്കമില്ല, വണ്ടി അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല, ഗേറ്റ് തുറക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ അവർ എല്ലാ ദിവസവും ഒരു 4-5 ദിവസം അടുപ്പിച്ച് പോയിട്ട് കിട്ടലാന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഹജറനെ എന്നെ തിരിച്ചു വിട്ടോ, കാരണം അവര് ചിലപ്പോൾ മൊബൈൽ നമ്പർ മാറ്റിയതായിരിക്കാം, അവർ സ്ഥലത്തില്ല, അവർ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, യാത്രയിലായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവർക്കുള്ള ടിക്കറ്റും കൂടെ എടുക്കണമായിരുന്നു. അങ്ങനെ 1-2 പേരുടെ സഹായത്തോടു കൂടി അന്ന് ആ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് ജയിലിൽ കൊണ്ടുവിട്ടു. ആ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ ആ ജയിലിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ്, ഇതുപോലെ നിരപരാധികൾ അവിടെ വന്ന് കിടക്കുന്നതിന്റെ ആ ഒരു സങ്കടങ്ങൾ കുറെ പറഞ്ഞു. ഇങ്ങനെ ഒരാളുണ്ട്, ഇന്ന സ്ഥലത്തുനിന്ന് ഒരാളുണ്ട്, അവരിനെയൊക്കെ നമുക്ക് എങ്ങനെയാ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്നുകൊണ്ട് തന്നെ 1-2 പേരെ അവര് സഹായിച്ചിട്ടാണ് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർക്ക്. അപ്പൊ അത്രയും അവര് നല്ലൊരു മനസ്ഥിതിയുള്ള ഒരു സ്ത്രീയാ. ശരിക്കും പറഞ്ഞ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി ഒരാൾക്ക് മാരേജ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണ് അവര്. സ്വന്തം മോളെ പോലെ ഇന്നും അങ്ങനെ കഴിയുന്നു. അപ്പൊ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവരുടെ ആ ഒരു കാര്യങ്ങള്. അപ്പൊ ഇത്രയും നന്നായിട്ട് ഒരു സമൂഹത്തിന് വേണ്ടി ഒരു എന്താ പറയാ, ഒരു അനുകമ്പയുള്ള ഒരു സ്ത്രീ അവർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും അവരോടൊരു കരുണ കാണിക്കണ്ടേ? തീർച്ചയായിട്ടും ആ ഒരു ഇതാണ് എനിക്ക് അവരോട് തോന്നിയത്. അങ്ങനെ പിന്നെ തോന്നി, ഇതുപോലെ എത്ര പേര് ചുറ്റുമുണ്ട്, നമ്മളൊന്ന് കണ്ണു തുറന്നാൽ ചിലപ്പോൾ ഇത്രയ്ക്കൊന്നും അല്ലെങ്കിലും ഇതിന്റെ താഴെ കിടന്ന് എന്തെങ്കിലും ഒരു സഹായമൊക്കെ വേണ്ടി വരുന്ന ആളുകളുണ്ട്. പിന്നെ ആ ഒരു താമസത്തിൽ തന്നെ മനസ്സിലായി, നാളെ വിസ തീരാണ്, അതായത് ഇന്ന് വിസ തീരാണെങ്കിൽ അവർക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ വിസ പുതുക്കാൻ പൈസ ഇല്ല, അഥവാ പുതുക്കുകയാണെങ്കിൽ നാളത്തെ ഇന്റർവ്യൂ അവർക്ക് ജോലി കിട്ടും, പക്ഷെ അത് കിട്ടുമായിരിക്കും, ഉറപ്പില്ല.
അപ്പൊ ഒരു പ്രതീക്ഷയുള്ള ഒരു ഇന്റർവ്യൂ ആണ്, അത് കിട്ടുമായിരുന്നു അത് പോവാണെങ്കിൽ എന്ന് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തില് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ എന്റെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല. അപ്പോഴും ഞാൻ ആശ്രയിക്കുന്നത് എന്റെ ഈ ഒരു സഹോദര തുല്യനായിട്ടുള്ള എന്റെ ഒരു ബ്രദറിനെയാണ്. അപ്പൊ വിളിച്ചു പറയും കുഴപ്പമില്ല ഞാൻ തരാന്ന് പറയും. അങ്ങനെ ഞാൻ ആ പൈസ വാങ്ങി കൊടുക്കും. ചിലപ്പോ കുറെ കഴിയുമ്പോ തിരിച്ചു തരും. അതല്ലെങ്കിൽ ചിലപ്പോ തന്നില്ല, അയ്യോ ആ പൈസ കിട്ടിയില്ലല്ലോ, അത് പോട്ടെ സാരമല്ല, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിത് ഓരോ വഴിക്കുന്ന ഇങ്ങനെ തുടങ്ങി വെച്ചത്. പക്ഷെ ഒരാൾക്കറിയില്ല ഞാൻ ഈ ചെയ്യുന്നത് ഒരു ചാരിറ്റി ആണെന്ന്. ആ ചാരിറ്റി എന്നാണ് അതിനെ പറയാമെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഒരു വേർഡ്സ് ഇതിനുണ്ടെന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. വർഷം എത്ര കഴിഞ്ഞ കാര്യം, 2006 സംഭവിച്ച കാര്യങ്ങളാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ പല സന്ദർഭങ്ങളിലും, ഞാനും ചെറിയൊരു സാലറിക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ്. പല സന്ദർഭങ്ങളിലും അപ്പൊക്കെ ഇങ്ങനെ ആരോടെങ്കിലും പറയും, അവര് എന്നാ നമുക്കിത് ചെയ്തു കൊടുക്കാന്ന് പറയും, ചെയ്തു കൊടുക്കും. അങ്ങനെ അല്ലാതെ അത് തിരിച്ചു വാങ്ങിക്കാനോ അത് തിരിച്ചു കിട്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്സാര പൈസക്കായിരിക്കും, പക്ഷെ ആ സാരമില്ല. അപ്പൊ ഇവരെന്തെങ്കിലും ചോദിക്കുമ്പോ നമ്മൾ പറയും നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ഒരേ ആവശ്യക്കാര് ആരെങ്കിലും ഒരാള് നിങ്ങൾ കാണും, അന്ന് ഇത് അവർക്ക് കൊടുത്താൽ മതി, നമുക്ക് വേണ്ട, അങ്ങനെയാണ് പറയാറ്. അങ്ങനെ പോന്നു. പിന്നെ അവിടെ നിന്ന് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊരു ജീവകാരുണ്യഹസ്തം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയുള്ള ഉദ്ദേശമല്ല, നമ്മള് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് നാട്ടിൽ ഒരുപാട് ആവശ്യക്കാര് അസുഖക്കാരെ സഹായിക്കണം, അങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില വീഡിയോകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അന്ന് ഈ പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്തൊന്നും വാട്സപ്പ് ഒന്നും എനിക്കില്ല, അങ്ങനെയുള്ള ഒരു മീഡിയ ആയിട്ട് ഫേസ്ബുക്കോ അങ്ങനെ ഒരു സംഭവം എനിക്കില്ല. അങ്ങനെ എനിക്ക് അറിയില്ല ഉപയോഗിക്കണത് എങ്ങനെയാന്ന് പോലും. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അയക്കുമ്പോൾ ഈ വാട്സപ്പ് തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അയ്യോ ഇവർക്ക് നമുക്ക് എന്തെങ്കിലും സഹായിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം നമുക്ക് ചെയ്ത 10 രൂപ ഇടണമെങ്കിൽ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ജീവകാരുണ്യഹസ്തം ഗ്രൂപ്പ് തുടങ്ങുന്നത്. അതിന്ന് നമുക്ക് ഒരുപാട് പേരെ നാട്ടിൽ ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റി. കുറെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക്, അതായത് ഹസ്ബൻഡ് മരിച്ച് കുട്ടികളെ നോക്കാൻ വഴിമുട്ടി നിൽക്കുന്നവർക്ക് പെട്ടിക്കട ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 പേർക്ക് നമുക്ക് ശരിക്കും ഒരു സഹായഹസ്തമായിട്ട് തന്നെ. അതെ തുന്നൽ മെഷീൻ, അതായത് കാരണം നമ്മളിപ്പോ ഒരു സഹായം ചെയ്ത് എല്ലാ മാസം അവർക്ക് ഒരു ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്താല് അവരെ നമ്മൾ മടിയരാക്കുക, അവരൊരു വരുമാനം അന്വേഷിക്കില്ല. അവരിത് എല്ലാ മാസവും കിട്ടുമെന്ന് പ്രതീക്ഷയിലിരിക്കും. പക്ഷെ അതിന് പകരം അവർക്കൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സാഹചര്യം ആക്കി കൊടുത്താല് അത് എല്ലാ കാലവും നമ്മളിലൂടെയാണ് ആ ഒരു ഇത് അവർക്ക് കിട്ടണേന്നുള്ള ആ ഒരു ഗുണം. പക്ഷെ അവരത് അതിനെ ആ ഒരു കെയർ ചെയ്തിട്ട് ഇപ്പോഴും ഒരു പെട്ടിക്കട ഇട്ട് കൊടുത്ത പാലക്കാടുള്ള ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചതാ, ഇപ്പോഴും അവരെന്നെ അവരുടെ ആ ഒരു താങ്ക്ഫുൾ അവരെന്നെ അറിയിക്കാറുണ്ട്. ഓരോ സമയങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഇതാ സുഖല്ലേ ഞാൻ ഓർക്കാറുണ്ട് ട്ടാ എന്ന് പറയും. അപ്പൊ അതെനിക്ക് മാത്രമല്ല എന്റെ ആ ഒരു ഗ്രൂപ്പ് അംഗങ്ങൾക്കും മൊത്തം ഉള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇതായിരുന്നു ആ ഒരു ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു അമ്മ പാലക്കാടുള്ള അമ്മയുടെ കേസാണ്. അത് കഴിഞ്ഞിട്ട് എത്ര അല്ലേ ആയിരക്കണക്കിന് ആളുകള് അന്നമായും വസ്ത്രമായും മരുന്നായും ഒക്കെ ഹജാബി ഓരോരുത്തർക്കും എല്ലാവരും പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു വിളിക്കപ്പുറം ഉണ്ടെന്നുള്ളത് നമുക്കൊരു ധൈര്യമാണ്, ഒരു പ്രതീക്ഷയാണ്. അതെ, ആരും വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാനത് ഏറ്റെടുത്താൽ അത് അവസാനിപ്പിക്കാതെ ഞാൻ വഴിയിലിടാറില്ല. അതിന് ഇനി എന്തൊക്കെ സഹിക്കേണ്ട വന്നാലും ഞാൻ പരമാവധി അതിന്റെ പുറകെ പോവും. പലരും ചോദിക്കും അത് പറ്റാത്തതാണെങ്കിൽ എന്നാ അവരെന്താ വെച്ചാൽ അങ്ങനെ ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യാൻ നോക്കാം എന്ന് പറയും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളെ കയറ്റി വിട്ടു. ഞാനിപ്പോ ചോദിക്കുന്നതിന്റെ ഇടയിൽ പറയാം, മറക്കാതിരിക്കാൻ അത് ഓർമ്മ വന്നപ്പോ പറയാണ്. ഇപ്പോഴത്തെ ഇവിടെ ഒരു ട്രെൻഡാണ് ലിവിങ് ടുഗദർ. കൊച്ചു പെൺകുട്ടികൾ നാട്ടിൽ നിന്ന് കയറി വരിക, നല്ല എഡ്യൂക്കേഷനുള്ള പിള്ളേരാണ്, നല്ല എഡ്യൂക്കേഷനുള്ള പിള്ളേര്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവര്, ഡിഗ്രി കഴിഞ്ഞവര് എന്ന് വേണ്ട, അവർക്ക് നല്ലൊരു പോസ്റ്റിൽ ഇവിടെ കയറാൻ പറ്റും. അങ്ങനെയുള്ള കുട്ടികള് ചിലപ്പോ ഇവിടുത്തെ സാഹചര്യമായിരിക്കാം. പിന്നെ ഇവിടെ നമ്മൾ ഈ CV കൊണ്ട് കൊടുത്ത് ജോബ് അന്വേഷിക്കുന്ന സമയത്ത് സഹായിക്കാൻ വേണ്ടി കൂടുന്ന എന്താ പറയാ, നമ്മുടെ നാട്ടിലെ ഭാഷ പറയുകയാണെങ്കിൽ പൂവാലന്മാരെന്ന് പറയാം, അങ്ങനെ കുറെ പേരുണ്ട് സഹായിക്കാൻ. പക്ഷെ ഇവരൊക്കെ അതിൽ നിന്നും ആ സഹായത്തിൽ അപ്പുറം അവരെ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്, ചൂഷണമാണ് ചെയ്യുന്നത്.
അവർക്കറിയാം അവരെ കൊണ്ട് ഒരു ജോലി ഇവർക്ക് വാങ്ങി കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ ഈ കുട്ടികൾക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ എന്ത് വിചാരിക്കും, അയാൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞതല്ലേ, കണ്ണടച്ച് വിശ്വസിക്കാണ്. ഒറ്റൊരു കാര്യം ഉള്ളത്, ഒരാളും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതാണ്. അത് ഏത് വിധത്തിലാണ് ചതിക്കുഴിയിൽ പെടാന്ന് നമുക്കറിയാൻ പറ്റില്ല. തീർച്ചയായും. അപ്പൊ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ജൂൺ മുതല് 5 കേസായിട്ടുണ്ട് ഈ ലിവിങ് ടുഗദറിന്റെ ഇതില്. ഞാൻ പറഞ്ഞ പോലെ വെൽ എഡ്യൂക്കേറ്റഡ് കുട്ടികള്, നാട്ടില് വൈഫും കുട്ടിയും ഉള്ള ആണുങ്ങളും കല്യാണം കഴിക്കാത്ത ആണുങ്ങളും, ഈ 5 എണ്ണത്തിലും ഇവര് 2 കൂട്ടരുണ്ട്. കല്യാണം കഴിച്ച് ഫാമിലി ഉള്ളവരുണ്ട്, കല്യാണം കഴിക്കാത്ത ആൺപിള്ളേരും ഉണ്ട്. ഇവരെ ഒന്നിച്ച് ഇവരിനെ എന്താ പറയാ പ്രലോഭിപ്പിച്ച് അവർക്ക് ആ ഒരു സ്നേഹം, ഇപ്പൊ ഈ വരുന്ന കുട്ടികൾക്ക് ആ ഒരു എന്നെ കെയർ ചെയ്യുന്നുണ്ട്, എന്നെ നല്ല കെയർ ചെയ്യുന്നുണ്ട്, എന്നോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആ ഒരു കെയർ കാണുമ്പോൾ ഇവർ വിചാരിക്കും എനിക്ക് നല്ലൊരു സപ്പോർട്ട് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. ആ ചേർത്ത് പിടിക്കല് പിന്നെ അതൊരു ഒന്നിച്ചുള്ള താമസമാവും. എന്തിനു പറയുന്ന ഒരു കുട്ടിയാവും. കുട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് പിന്നെ കൂടെ ഉണ്ടാവില്ല. ചിലപ്പോൾ വേണമെങ്കിൽ 1 വർഷം വരെ, ഒരു വയസ്സ് കൊച്ചിന് 1 വയസ്സെത്തും വരെ ഇവര് കൂടെ ഉണ്ടാവും. ഈ 5 കേസുകളിലും ഇങ്ങനത്തെ അനുഭവങ്ങളാണ്. ഇവരിട്ട് പോവും. ഇട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കൊച്ചിവിടെ ജനിക്കുന്നത് ഒരു ഇല്ലീഗലായിട്ടാണ്. ഇവർക്കൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല, ഈ കൊച്ചിനൊരു പാസ്പോർട്ട് ഉണ്ടാവില്ല, ഈ കൊച്ചിനൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് പിന്നെ ഈ അമ്മയും ആ സമയം ഈ 2 വർഷമൊക്കെ ആകുമ്പോഴത്തേനും ഈ അമ്മയുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അമ്മയും ഇല്ലീഗലായിരിക്കും, ഓവർ സ്റ്റേ ആയിരിക്കും. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞത് ജൂൺ മുതലുള്ളത് പോട്ടെ, റീസെന്റ്ലി 4 ദിവസം മുൻപ് ഒരു കൊച്ചിനെ അയച്ച കഥയാണ് പറയണത്. ഈ കുട്ടിക്ക് ഒരു ഡോക്യുമെന്റ് ഇല്ല. ഈ പെൺകുട്ടിക്ക് ഡോക്യുമെന്റ് എന്ന് പറയാനായിട്ട് ഈ ഓവർ സ്റ്റേ കഴിഞ്ഞിട്ട് ഇവര് വൈറ്റ് പാസ്പോർട്ട് എടുത്തിരിക്കുക. കൊച്ചിനും അമ്മയ്ക്കും ഇവര് വൈറ്റ് പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ കയ്യിലുള്ളത്. കൊച്ചിന് കോൺസുലേറ്റ് വഴി ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കോൺസുലേറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് നാട്ടിൽ പോകാനായിട്ട് ഒരു രേഖയല്ല, ഇവിടെ നിന്ന് വീട്ടിൽ നാട്ടിൽ പോകാനായിട്ട്. ഇവര് പലയിടത്തും പോയി, പല ആളുകളെ കണ്ടു. ഈവൺ ഇന്ത്യൻ അസോസിയേഷനിൽ പോയി, അവിടെയും പല തവണ കയറി ഇറങ്ങി. ഞാനും അവരവിടെ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞ 2 ആഴ്ച മുൻപ് അവീറിലേക്ക് വിട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇവർക്ക് പോവാനുള്ള ഒരു വഴിയുമായില്ല. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു നമ്പർ ഈ കുട്ടി തന്നെ അയച്ചു തരാണ്. ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ട് എന്നെ ഒന്ന് പോവാനുള്ള കാര്യം പറയൂ, അവർക്ക് എമിഗ്രേഷനിൽ നേരിട്ട് പൈസ അടച്ചിട്ട് പോവാൻ പറ്റുമെന്ന് പറയുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ചെയ്തു. ഞൊടിയിടെ കൊണ്ട് ആ കൊച്ചിന് എന്തായാലും നാട്ടിലെത്തേണ്ട ഒരു സമയം എത്തിയിരിക്കുന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ആ കൊച്ചിന്ന് നാടെത്തി. പക്ഷെ ഹാജി, ഈ കുട്ടി അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായി ജോലി എന്നുള്ള പ്രതീക്ഷയിൽ കയറി വന്ന കുട്ടി തിരിച്ച് ഒരു കുട്ടിയുമായിട്ട്, ഒരു കുഞ്ഞുമായിട്ട് കയറി ചെല്ലുന്ന ആ ഒരു അവസ്ഥ, ആ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഒരു ആങ്ങളെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ആങ്ങളൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ ചെയ്യാ, അങ്ങനെ സംഭവിച്ചു പോയി. 12 വർഷം ഈ കുട്ടി ഡബിൾ MBA ഉള്ള കൊച്ച, നല്ല പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന കൊച്ച. ഈ ആണൊരുത്തൻ ഇങ്ങനെ ചെയ്തതും പോരാ, ഇവൾക്ക് നല്ലൊരു ബാധ്യത വരുത്തിയിട്ടാണ് ഇട്ട് പോയത്. ക്രെഡിറ്റ് കാർഡ്, ചെക്ക് കേസ്, അങ്ങനത്തെ ഒരുപാട് ഇവളുടെ പേരിലുള്ള, ഇവൾക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ ബാധ്യതകളും കൂടി വരുത്തി പോയപ്പോ, അല്ലെങ്കിൽ ഈ കൊച്ചിന് പഠിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു എന്ന ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷെ ഇതും കൂടി ആയപ്പോ കൊച്ചിന് നില വിട്ടു. അങ്ങനെയാണ് ഇപ്പൊ. ഇതുപോലെ തന്നെ നമ്മള് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേസ് കേട്ടായിരുന്നു. ഇതുപോലെ ഒരു ലിവിങ് ടുഗദർ ആയിരുന്നു. ഒരു ദിവസം അയാളെ കല്യാണം കഴിക്കാനായിട്ട് നാട്ടിൽ പോകുന്നു. ഈ ഇവളെ കൊന്നിട്ട് കൂട്ടത്തിൽ താമസ പെൺകുട്ടിയെ കരാമൽ എവിടെയല്ലായിരുന്നു, കൊന്നിട്ട് എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടിച്ചു. എങ്കിൽ പോലും നമ്മളെ പെൺകുട്ടികളോട് പറയാനുള്ള ഇതാണ്, ജസ്റ്റ് ഈ പറയുന്നതിനിടയിൽ പറയുന്നതാണ്, ജോലി അന്വേഷിക്കാൻ വരികയാണെങ്കിൽ ജോലി അന്വേഷിക്കുക, നിങ്ങൾക്ക് ഒരു നല്ല ജോലി കണ്ടെത്തും. അത് ചിലപ്പോൾ 1 വിസിറ്റ് വിസയോ 2 വിസിറ്റ് വിസയോ ചിലപ്പോൾ 3ാമത്തെ വിസിറ്റ് വിസയിലായിരിക്കും. പക്ഷെ ഇത് ജോലി വാഗ്ദാനം എന്നും പറഞ്ഞ് ഒരു ആണുങ്ങളുടെയും പുറകെ പോകരുത്, വാക്കുകൾ വിശ്വസിക്കരുത്, ഏജൻസികളെ വിശ്വസിക്കരുത്, പൈസ കൊടുത്തിട്ട് ഒരു ജോലിക്കും കയറാൻ തയ്യാറാവരുത്. UAE ജോലി കിട്ടാൻ ഒരു ഏജന്റിനും പൈസ കൊടുക്കണ്ട, ഒരു കമ്പനിക്കാരും നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് ജോലി തരില്ല. അവിടെ ജെന്യൂൻ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് നിങ്ങളുടെ വിസിറ്റ് വിസയിൽ നിന്ന് നിങ്ങൾ അവരെ ഇന്റർവ്യൂ എടുത്ത് ഓക്കെ ആണെങ്കിൽ വിതിൻ 2-3 ഡേയ്സ് അവർക്ക് വിസ നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് വിസയിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റും.
അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആര് അന്വേഷിച്ച് വരുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ചതികളിൽ പെടരുത്. നിങ്ങൾ ജോലി അന്വേഷിച്ച് ജോലിക്ക് പകരം ഒരു വർഷമാകുമ്പോഴത്തേനും ഒരു കൊച്ചിനെയും കൊണ്ടുപോകാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുതെന്ന് എൻ്റെ പൊന്നനിയത്തിമാരോട്, പൊന്നു മക്കളോട് പറയാനുള്ള, പെൺകുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം. ഇതിന്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് പറയാനുള്ളത് വിസ തട്ടിപ്പുകൾ. ഇപ്പൊ നാട്ടിൽ നിന്നാണെങ്കിലും 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് വിസിറ്റ് വിസയിൽ ഇവിടെ കയറി വരുന്ന ആണുങ്ങളും ഉണ്ട്, പെൺകുട്ടികളും ഉണ്ട്, ചെറിയ പെൺകുട്ടികളും ഉണ്ട്. ഇതില് ചിലരൊക്കെ അജ്മാനിലേക്കിട്ടൊക്കെ ഈ പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ചതിക്കുഴികളാണ്. ഇവര് ഓഫർ ചെയ്യുന്നത് ഈ 1 ലക്ഷം അല്ലെ 1.5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 2 മാസം വിസിറ്റ് വിസ, ഫ്രീ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ്, ഇവരെ കൊണ്ടുപോകാനും കൊണ്ടുവരാനുള്ള സൗകര്യം, ട്രാൻസ്പോർട്ടേഷൻ, ജോലി കിട്ടുന്നതിനും വരെ സൗജന്യമായി ഇവര് താമസിപ്പിക്കും. ഇതിനൊന്നും എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ട് ഇതിനൊക്കെ? പെട്ടു. ചിലപ്പോൾ 1-2 പേർക്ക് ജോലി കിട്ടിയെങ്കിലായി, അത് അവരുടെ ലക്ക് പോലെ ഇരിക്കും. പക്ഷെ ബാക്കി കുട്ടികളൊക്കെ പെടുന്നത് ചതിക്കുഴിയിലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങളോടാണ്. ചതിക്കുഴികളാണ് ചുറ്റും. നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഏറ്റവും കൂടുതൽ പ്രണയബന്ധത്തിലേക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നവരും. കാരണം നമുക്കറിയാം, ലോൺലിനെസ് എന്ന് പറഞ്ഞൊരു ഹൊറിബിൾ സിറ്റുവേഷൻ ആണ്. പക്ഷെ അവിടെ വിവേകത്തിനും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഈ പറഞ്ഞ പോലെ ഒരു കൈക്കുഞ്ഞുമായിട്ട് പോകാൻ, അല്ലെങ്കിൽ ഒരു വലിയ കുരുക്കായിട്ട് പോകുന്നതല്ല. ഇവിടെ അതിന്റെ നിയമക്കുരുക്കൊക്കെ വിട്ടുകിട്ടാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമുക്കൊരു ഡോക്യുമെന്റ് ഉണ്ടാവില്ല പ്രോപ്പറായിട്ട്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഒരു കേസ് പറയാൻ ഞാൻ, അതും 2-3 മാസമായിട്ടുള്ളൂ. അബുദാബിയില് ഇന്ന് ഒരു കോൾ വന്നതാ. അവര് നോർത്ത് ഇന്ത്യൻ ലേഡി, മലയാളി പയ്യൻ, ഇവര് ഒന്നിച്ച് ജീവിക്കുന്നു, പ്രഗ്നന്റ് ആയി. എനിക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നു, ഇവർക്ക് ഇവിടെ പ്രസവിക്കണം. അപ്പൊ അതിനുള്ള ഒരു ഹോസ്പിറ്റല്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഹസ്ബൻഡിന്റെ മലയാളിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ നിങ്ങൾ മാരീഡ് ആണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെ മാരീഡ് ആന്ന് പറഞ്ഞു. പക്ഷെ ആ ചോദിക്കുന്ന സമയത്ത് അവര് മാരീഡ് അല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ, അപ്പൊ അവര് പറയാം, അതിന്റെ ഇടയിൽ അവർ പറഞ്ഞത് അവർക്ക് ചാരിറ്റി വേണം പ്രസവം നടത്താൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ട് ഇന്ന് പ്രഗ്നന്റ് ആയി നാളെ പ്രസവിക്കല്ല ആണോ? പ്രഗ്നന്റ് ആയി നിങ്ങൾക്ക് 9 മന്ത്സിൽ ഇവിടുന്ന് 7 മന്ത്സ് വരെ യാത്ര ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ പോയി പ്രസവിക്കാം. ഇവിടെ പ്രസവിക്കുക എന്ന് പറയുന്നത്, ആ പ്രസവിക്കുന്നതിന് നിങ്ങൾക്ക് ആ പൈസയുടെ 4-1 ഭാഗം വേണ്ട. നിങ്ങൾക്ക് ടിക്കറ്റും നാട്ടിലും പോയി പ്രസവം കഴിഞ്ഞ് വരാനായിട്ട്. അപ്പോ ഇവര് പറഞ്ഞു, അല്ല നാട്ടിൽ ആരും ഇല്ല, അങ്ങനെ. ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങളിവിടെ ജോലി ചെയ്തിരുന്നതാ, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറഞ്ഞ രീതിയിൽ ചാർജുള്ള പാക്കേജ് ഒക്കെ കിട്ടുന്ന ഹോസ്പിറ്റലുണ്ട്, അങ്ങനെ നോക്ക്. അപ്പൊ അവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഹോസ്പിറ്റലിൽ പ്രസവിക്കണം. ഞാൻ പറഞ്ഞു, പൊന്നുമോള് നാട്ടിൽ പോയിട്ട് പ്രസവിച്ച് കൊച്ചിനെയായിട്ട് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ആ സാഹചര്യം അനുസരിച്ച് ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ എനിക്ക് നാട്ടിൽ പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ ഡോക്യുമെന്റ് അയക്കുക, ടിക്കറ്റ് എടുക്കാം, നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അയക്കുമെന്ന് പറഞ്ഞു. ആ സംസാരിച്ച ദിവസം ഇവര് മാരീഡ് അല്ലായിരുന്നു. അതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്യുമെന്റ് തന്നു. പക്ഷെ ആ സംസാരിച്ചതിന് നെക്സ്റ്റ് ഡേയില് മാരേജ് സർട്ടിഫിക്കറ്റ്. എന്തൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചേ, തമ്പുരാനെ, അപ്പൊ അവർക്ക് ആ ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടി അവർ ഓടി മാരേജ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ശരി. അപ്പൊ ഞാൻ പിന്നൊന്നും പറയാനില്ല, പിന്നെ അവരുടെ സാഹചര്യമല്ല. പിന്നെ നമ്മളതില് അങ്ങനെ ചോദിക്കുന്നതിനോട് എനിക്ക് അപ്പൊ താല്പര്യം തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള. അപ്പൊ അവര് പറയണു, എനിക്ക് മാത്രം പോരാ, ഹസ്ബൻഡിനും കൂടെ ടിക്കറ്റ് എടുത്തു തരാം. ഞാൻ പറഞ്ഞു, സോറി, ഞാൻ ഏറ്റെടുക്കുന്നില്ല, നിങ്ങൾക്ക് അതിനുള്ള മാർഗം വേറെ എവിടെയാന്ന് വെച്ചാല് ആരെങ്കിലും കണ്ട് അന്വേഷിക്കുന്നു പറഞ്ഞു. അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. കാരണം നമ്മളൊരു സഹായം ചെയ്യാന്ന് വിചാരിക്കുമ്പം അവര് അതിന്റെ അപ്പുറത്തൊന്നും കൂടെ വീണ്ടും കിട്ടാനുള്ള. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ആവശ്യമാണ്, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം, പക്ഷെ നടക്കില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോ അങ്ങനെ ഒരു കാര്യം ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഹാജി പറഞ്ഞത് എല്ലാ പെൺകുട്ടികളും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഒറ്റപ്പെട്ട് പോയിന്നിരിക്കാം, പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയിന്നിരിക്കാം. കറക്റ്റാണ്, നമുക്ക് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സഹായമൊക്കെ വേണ്ടി വരും. അപ്പൊ സഹായിക്കാൻ വരുന്നവരുടെ ഉള്ളില് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാരും ഒരുപോലെ ആയിരിക്കില്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ജനങ്ങൾ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട്, അങ്ങനെ സഹായിക്കുന്നവർ ഇഷ്ടം പോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഏത് തരത്തിലുള്ള സഹായമാണ്. ചിലപ്പോ 1-2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവും. 2 ദിവസം നമ്മളുടെ കൂടെ ഒന്ന് ഇന്റർവ്യൂവിന് കൊണ്ടുവന്നു. 3-ാമത്തെ ദിവസം ചിലപ്പോ അവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലാക്കണം. അത് സാഹചര്യം ഒരു വലിയ ഘടകം തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാല് 1 മാസം ആകുമ്പോഴത്തേനും ഈ കുട്ടികൾക്ക് ഭക്ഷണത്തിന് പൈസ ഉണ്ടാവില്ല, താമസിക്കുന്നിടത്ത് റെന്റ് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല, വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാൻ പറ്റുണ്ടാവില്ല, ചിലപ്പോ വീട്ടുകാരുടെ ഇഷ്ടത്തിനെതിരായിട്ടാവും വന്നിട്ടുണ്ടാവുക. അപ്പൊ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് പൈസ അവിടെ ഒരു ആവശ്യമായ ഒരു ഘടകമാണ്.
അപ്പൊ ആ പൈസക്ക് വേണ്ടി അവര് ഈ ബസ് സ്റ്റേഷനൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നത് അറിയില്ല. അപ്പം എന്ത് വരട്ടെ എന്നുള്ള ഒരു അങ്ങനെയാണ് കുട്ടികൾ ഇവിടുന്ന് വഴി തെറ്റുന്നത്. അത് സാഹചര്യമാണ്, പറയാതിരിക്കാൻ വയ്യെങ്കിൽ പോലും. പക്ഷെ വീട്ടുകാരെ എതിർത്ത് പോരുമ്പോ ഇങ്ങനെ ആലോചിക്കണം. പിന്നെ വീട്ടുകാരും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പോണ്ടാന്ന്, പിന്നെ എന്തിനു പോയി, ഇനിയിപ്പോ അവിടെ പോയി കഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള ഒരു ചോദ്യമൊക്കെ വരുമ്പോ ഇവര് ഓട്ടോമാറ്റിക്കലി മാനസികമായിട്ട് തളരും. പിന്നെ ആ മാനസികമായിട്ടുള്ള തളർച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടേണ്ട കാര്യം കഷ്ടം. അവർക്ക് അവരുടെ ആ ഒരു സ്കില്ല് പുറത്തെടുക്കാൻ, ഒരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ ആ സ്കില്ല് പുറത്തെടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം അവരിവിടെ ഡെസ്പായി, നേരത്തിന് ഭക്ഷണമില്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കമില്ല, ഇവരുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളും ഇല്ല, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ അവർക്ക് ഒരു ഇന്റർവ്യൂ കിട്ടിയാലും അതൊരു ജോബ്, ഇവർക്ക് അനിവാര്യമായ ജോബ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഡിപ്രഷനിലേക്ക് ഡിപ്രഷനെ പറ്റി സംസാരിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമുക്കൊരു സംഘടന ഉണ്ടല്ലോ, ഹോപ്പ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു സംഘടന യുഎഇയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഹാജിറബി വലിയത്ത്. ഒരുപാട് പേർക്ക് ആ ഒരു കൂട്ടായ്മയിലൂടെ മാനസികമായ ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ കൂട്ടായ്മയിലൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സംഘടനയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ ഹോപ്പ് ഓഫ് ലൈഫ്, എന്തിനാണ് ഈ ഹോപ്പ് ഓഫ് ലൈഫ്? അതെ, ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്നത് ഈ ഡിപ്രഷനിൽ പോകുന്നത്, ഒറ്റപ്പെടുന്നവര്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളുടെ കുറച്ച് മിക്ക ദിവസങ്ങളിലും, വർഷങ്ങളിൽ നിന്ന് പിന്നിട്ട് ഇങ്ങനെ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെയുള്ള എന്താ പറയാ, ജീവൻ സ്വയം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ അത് പല സമ്മർദ്ദങ്ങൾ കൊണ്ടാവാം. നാട്ടിൽ നിന്നുള്ള അത് കൊച്ചു പിള്ളേർ അതിനകത്തുണ്ട്. കൊച്ചു പിള്ളേരെന്ന് വെച്ചാൽ ന്യൂലി മാരേജ് കഴിഞ്ഞു രണ്ടല്ല, അത് കൂടുതലുണ്ട്. റീസെന്റ് കല്യാണം കഴിഞ്ഞു വന്നിട്ടുള്ള പിള്ളേരുകള്, അതല്ല കല്യാണം കഴിഞ്ഞു 10-12 വർഷമായിട്ടുള്ളവര് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്ന് പറയുന്നത് ചിലപ്പം അവർക്ക് ആരോടെങ്കിലും അവരുടെ ഒരു വിഷമം തുറന്നു പറയണമെന്ന് അവര് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ആരോട് പറയും എന്ന് ഇന്നത്തെ സമയത്ത് എല്ലാവരും സെൽഫായിട്ട് ഒതുങ്ങി പോകുന്ന ആളുകളാണ്. ഇപ്പൊ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ ഇത് എടുത്ത് നോക്കിയാല് ഈ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആരാണ്, അവിടെ എത്ര പേരുണ്ടെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. സത്യമാണ്. നെക്സ്റ്റ് ഫ്ലാറ്റിലുള്ളത്, ഇടവും വലവും ഉള്ളത്, അവിടെ എത്ര പേരുണ്ട്, അവിടെ ഏത് രാജ്യക്കാരാണ് എന്നുള്ളത് ആ ഫ്ലാറ്റ് ഈ ഒരു കാലത്ത് നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടി നമുക്ക് നമ്മുടെ കാര്യം, അവരെന്തോ ആയിക്കോട്ടെ, അവിടെ എന്തോ ആയിക്കോട്ടെ, ഒരു ഒച്ച കേട്ടാൽ തന്നെ അയ്യോ അവിടെ ഒരു ഒച്ച കേട്ടുള്ളൂ, അത് എന്തായിരുന്നു അവരുടെ കാര്യം എന്നുള്ളത് വേറൊരു കാര്യമുണ്ട്. എല്ലാത്തിനകത്തും ഇവിടുത്തെ ഒരു നിയമം ഉറപ്പ്. ഇന്നിപ്പോ ഒരു ബസ്സിൽ കയറുകയാണെങ്കിലും, ഒരു ഇപ്പൊ ഇവിടെ മെട്രോ എന്ന് പറയും, ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ താരതമ്യം ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ബസ്സിലോ ബസ് സ്റ്റോപ്പിലോ ഒരു ട്രെയിനിലോ ഒക്കെ പോവുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ അടുത്തിരിക്കുന്നവരായിട്ട് നിങ്ങൾ എവിടെ പോവുക സംസാരിക്കും. ഇപ്പോന്ന് പറഞ്ഞാല് എല്ലാവരും മൊബൈലില്. ആരായിരുന്നു, ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടിലേക്ക് എല്ലാവരും അവരുടെ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇപ്പൊ ഒരു യാത്രയിൽ ഇപ്പൊ എനിക്കൊന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു എന്നുള്ള അടുത്തുള്ള ആൾക്ക് ഉണ്ടായിരുന്നുണ്ടാവും. പക്ഷെ ഞാൻ അതിനുള്ളൊരു അവസരം കൊടുക്കുന്നില്ല. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ അങ്ങനെ പരസ്പരം സംസാരിക്കാൻ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേരെന്താ എവിടേക്കാ പോണേന്ന് ചോദിച്ചാലെങ്കിലും അവിടെ ഒരു വഴി തുറന്നു കിട്ടി. അവർ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും വിഷമങ്ങൾ തുറന്നു പറയാൻ. ഇത് നമ്മൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊടുക്കുന്നില്ല. നേരെ മറിച്ച് ഒരു ഫോൺ തന്നെ വിളിച്ചു, നമ്മളിപ്പോ ഒരാളെ വിളിച്ചിട്ട് അപ്പുറത്തുള്ള ആള് പറയാണ് അയ്യോ ഞാൻ തിരക്കാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടാന്ന് പറയാണ്. അപ്പൊ ഈ വിളിച്ച ആള് ചിലപ്പോ എന്തെങ്കിലും അവരുടെ ഒരു ആവശ്യമായ ഒരു കാര്യം പറയാനായിരിക്കും. അപ്പോ വിളിച്ച ആൾക്ക് ഞാൻ അവനോടൊരു കാര്യം പറയാനായിരുന്നു, അല്ലെങ്കിൽ അവളോടൊരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു, അവള് തിരക്കാ, ചിലപ്പോ അടുത്ത ആളെ വിളിച്ചിട്ടുണ്ടാവും, അവിടെയും ഇതുപോലെ തിരക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇവരെ കേൾക്കാൻ നിന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്തിട്ടും ആരും കേൾക്കാനില്ല എന്നുള്ള സന്ദർഭത്തിലൊക്കെ ആയിരിക്കാം ഇവര് ആ ഒരു എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല, എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉള്ളതൊന്ന് തുറന്നു പറഞ്ഞെങ്കിൽ എന്റെ മനസ്സിന്റെ ഒരു വിമിഷ്ടം ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് അതിന് നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്ന് തോന്നുന്ന ജീവിതം അവസാനിപ്പിക്കാൻ കടന്നു വരും. അത് ഫാമിലി പ്രഷർ ഉണ്ടായിരിക്കാം, നാട്ടിൽ നിന്ന് ചിലപ്പോ ഇന്നതിന് കല്യാണം, നാട്ടിലെ അവസ്ഥ അറിയാലോ, കല്യാണം, വിരുന്ന്, ജനനം,
മരണം, ഇതിനൊക്കെ ചിലപ്പോ ആ വീട്ടിലെ ഒരു കൊച്ചു മോനുണ്ടാവുള്ളൂ വന്നിട്ട് ഇതൊക്കെ ഈ ഒരു കുട്ടിയോടായിരിക്കും ചോദിക്കുന്നുണ്ടാവാം. വൈഫിന്റെ ആവശ്യങ്ങൾ നടത്തണം, വീട്ടിലെ കാര്യങ്ങൾ നടത്തണം. അപ്പൊ ഈ കിട്ടുന്ന സാലറി കൊണ്ട് ചിലപ്പോ അവർക്ക് നടത്താൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പം പിന്നെ ഈ പ്രഷർ വരുന്നു. അപ്പൊ അവർക്കത് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുന്നില്ല. ആൺപിള്ളേരായാലും അത് ഡിപ്രഷനിൽ പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോ റീസൺ നമ്മൾ അന്വേഷിച്ച് ചകഞ്ഞു പോയാലും അതിന് പിന്നിൽ വരുന്ന റീസണുകൾ മെയിൻ ഫസ്റ്റ് വരുന്നത് സാമ്പത്തിക പ്രഷർ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് തമ്മില് ചേർന്ന് പോവാൻ പറ്റാത്ത ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പൊട്ടിത്തെറികൾ. അപ്പോ ഇപ്പൊ നമ്മള് നോറ്റ് ഒരു കുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ചിലപ്പോ ആ അമ്മയുടെ സ്വഭാവം ആ മോളെ അവിടെ നിർത്തുന്നുണ്ടാവില്ല. എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിച്ച കുട്ടീനെ നിർത്താത്ത സാഹചര്യങ്ങളായിരിക്കും. ഒരുപക്ഷെ ഈ ചെന്ന് കയറുന്ന മരുമകള് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന താല്പര്യമുള്ളവർ അവന് രണ്ടും ഉണ്ട്. നമുക്ക് രണ്ടും അങ്ങനെയുള്ള പ്രഷറൊക്കെ ഉണ്ടാവും. എന്നവർക്ക് ഇത് ആരെ കേൾക്കും? അമ്മേനെയും കേൾക്കണം, വൈഫിനെയും കേൾക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന പ്രഷറുകള് ഇത് ജീവിതം അവസാനിപ്പിക്കാതെ തന്നെ അറ്റാക്ക് വരെ വരുന്ന കേസുകൾ അങ്ങനെയാണ്. കൊച്ചു പിള്ളേർ അറ്റാക്ക് വന്നിട്ടുള്ള കേസുകളൊക്കെ അങ്ങനെ ഫാമിലി പ്രഷറാണ്. ഒരുവിധം പിള്ളേരൊക്കെ തരണം ചെയ്യാൻ, ആ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊട്ടിക്കരയുന്നത് കാണുന്നത് അപൂർവമാണ്. അവർ കരയാറില്ല, ഉള്ളിലൊതുക്കി വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ ഈ അറ്റാക്കിലേക്ക് പോകുന്നത്. ഞാൻ പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാല് പെണ്ണുങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സംസാരിക്കും, പെട്ടെന്ന് കരയും. കരയുന്നത് ഒരു നല്ല ഇതാണ്, നമുക്കൊരു റിലീഫാണ്. പക്ഷെ ആൺപിള്ളേർ അങ്ങനെ കരയില്ല. അവരിങ്ങനെ എല്ലാം തിങ്ങിക്കൂട്ടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഒരു അനുഭവങ്ങളാണോ നമ്മൾ ഈ ഹോപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന സംഘടനയിലേക്ക് എത്തിച്ചത്? യെസ്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ ആത്മഹത്യകളുടെ എണ്ണൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇതിന് എന്തൊരു പ്രതിവിധി. നമ്മളിത് കുറേ വർഷങ്ങൾ മുന്നേ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഓരോരുത്തരും നമ്മളതിനെ തടസ്സം പറയും. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയാണ്, അതൊന്നും നമുക്ക് അലൗഡല്ല അങ്ങനെയൊക്കെ പറയും. രണ്ടും കൽപ്പിച്ച് കിട്ടിയ ഒരു അവസരമായിരുന്നു ഈ 3 വർഷം മുൻപ് 2023 ഫെബ്രുവരിയാണ് നമ്മളത് ലോഞ്ച് ചെയ്തത്. ഹോപ്പ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന യുഎഇയിലുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് സൈക്കോളജി പാനലുണ്ട്, സൈക്യാട്രിസ്റ്റ് പാനലുണ്ട്. സൈക്യാട്രിസ്റ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഷാർജയിൽ അൻസൂരി ക്ലിനിക്കില്. പിന്നെ നമ്മളിപ്പോ ദുബായിൽ ഒരു അപ്പോളോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക് ഉണ്ട്. അവിടെ സൈക്യാട്രിസ്റ്റ് ഉണ്ട്. നമ്മൾ അവിടെ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട റിസർവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ അയച്ചാൽ നമുക്ക് വേണ്ട പോലെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൈക്കോളജി പാനലിൽ നമുക്കുള്ളത് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. സൈക്കോളജിസ്റ്റിനെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അഡ്വക്കേറ്റ്സ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഞാനും ഒരു സോഷ്യൽ വർക്കറാണ്. അപ്പൊ അതിലുണ്ട്. അപ്പൊ നമ്മളതിൽ 2 വോളണ്ടിയേഴ്സിന്റെ കയ്യിൽ 2 നമ്പർ ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. ഈ 2 നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ലോഞ്ചിങ്ങിന്റെ അന്ന് തന്നെ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ കോള് വരും. കോള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആവശ്യക്കാർ ഇതുപോലെ ഇപ്പം സന്ധ്യയുടെ നെക്സ്റ്റ് ഒരു ആളെ കാണാണ്, അല്ലെങ്കിൽ എന്നും കാണാറുള്ള ഒരാള്, അല്ലെങ്കിൽ ഓഫീസിലായാലും എന്നും കാണുന്ന ഒരാള് പതിവിലും വിട്ടിട്ട് ആരോടും മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, തോന്നുകയാണ് എനിക്ക് എന്താ പറ്റി ഇവനൊന്നും. അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ സന്ധ്യക്ക് ഒരു കാര്യം ചെയ്യാം, എടാ നീ എനിക്ക് ഈ ഒരു നമ്പറിൽ, അല്ലെങ്കിൽ അവര് ഡയറക്റ്റ് ചിലപ്പോൾ വിളിച്ചുകൊണ്ട് വരില്ല. അപ്പൊ നമുക്ക് വിളിച്ചിട്ട് പറയണേ ഇങ്ങനെ മാതിരി ഒരാളെ ഞാൻ ഇങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, അവന് പതിവിലും വിട്ട ഒരു സുഖം തോന്നുന്നില്ല, ഒന്ന് വിളിച്ച് സംസാരിക്കായിരുന്നു തോന്നുകയാണെങ്കിൽ നമുക്ക് അവരോടും കൂടെ സംസാരിച്ചിട്ട് എനിക്ക് ഇന്നത്. അപ്പൊ നമ്മൾ അന്വേഷിക്കുമ്പോ അവർ പറയും എനിക്ക് ഇന്നമാതിരി ഒരു പ്രശ്നമുണ്ട് ചേച്ചി, എനിക്കൊന്ന് ആരോടെങ്കിലും സംസാരിച്ചാൽ നന്നായിരുന്നു എന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അപ്പോഴാണ് നമ്മൾ സൈക്കോളജിസ്റ്റ്. അപ്പൊ ഈ നമ്പറിൽ നമുക്ക് കോള് വന്നാൽ, ഒരു കോള് നമ്മൾ റിസീവ് ചെയ്താൽ നമ്മൾ അവരോട് ചോദിക്കും എന്താണ് പ്രശ്നം. നമ്മൾ മുഴുവൻ ചോദിക്കില്ല, കോൺഫിഡൻഷ്യൽ ആണ് ആ വിഷയം. നമ്മൾ അവരോട് ചോദിച്ചിട്ട് മുഴുവൻ പറയണ്ട, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, മെയില് ഫീമെയില്. ഈ സൈക്കോളജിസ്റ്റ് നമുക്ക് 2 ഉണ്ട്. നിങ്ങൾക്ക് ആരോട് സംസാരിക്കാനാണ് താല്പര്യം, ആണ് മതിയെങ്കിൽ നമ്മൾ ആ മെയിൽ സൈക്കോളജിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഗ്രൂപ്പില് മെസ്സേജ് ഇടും. ഇങ്ങനെ ഒരാൾ മെയിൽ സൈക്കോളജിസ്റ്റ് ആണ് വേണ്ടതെന്ന് പറയും. അപ്പൊ നമ്മൾ ആരെങ്കിലും കൈ ഉയർത്തും, ഞാൻ റെഡിയാണ്, നമ്മുടെ സൈക്കോളജിസ്റ്റിലെ മെയിൽ ആരെങ്കിലും. അപ്പൊ അവർക്ക് ഞാൻ പേഴ്സണലി അവരുടെ PMല് നമ്പർ കൊടുക്കും. നമ്മൾ ഈ നമ്പർ കൊണ്ട് ഗ്രൂപ്പിൽ ഇടില്ല. അപ്പൊ അതെല്ലാവർക്കും അത് സ്പ്രെഡ് ആവും. അപ്പൊ അവരുടെ ആരാണോ ആ സമയം സ്പോട്ടിൽ റെഡി ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് അവർക്ക് പേഴ്സണലി ആ നമ്പർ കൊണ്ട് കൊടുക്കും, വിളിക്കാൻ പറയും.
അവര് വിളിച്ച് പിന്നെയുള്ള കൺവെർസേഷൻ അവര് തമ്മിലാണ്. നമ്മൾക്ക് ഇല്ലല്ല നമ്മള് പിന്നെ ഗ്രൂപ്പില് അത് കണ്ടു ഇന്നതാണ് വിഷയം എന്നൊന്നും ഡിസ്കഷൻ ഇല്ല. അത് ആ സൈക്കോളജിസ്റ്റും അവരും തമ്മിൽ ചിലപ്പോൾ വേറൊരു സിറ്റിങ്ങും കൂടെ വേണ്ടി വരും, അതല്ലെങ്കിൽ രണ്ടാമതൊരു സിറ്റിംഗ് വേണ്ടി വരും. അത് അവര് തമ്മിലായി ആ കേസ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അവര് പറയും, ഈ ഗ്രൂപ്പിൽ വന്ന് പറയും അന്ന് പറഞ്ഞ ഒരു കേസ് ക്ലോസ് ചെയ്തു, അവര് പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ കോൾ എടുത്ത ആളതിന് ശേഷം അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരാളെ വെച്ചിട്ടുണ്ട്, അവരോടൊന്ന് പോയി ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക്. അപ്പൊ അന്നേരം അവരുടെ ആ ഒരു ഹാപ്പിനെസ് നമുക്ക് പറയും, വളരെ ഉപകാരപ്രദമായിരുന്നു, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്നുള്ള അവരുടെ ഒരു. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു 2 വർഷം നമ്മൾ തികയാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു 100 പേരോളം 100-ൽ താഴെയായിട്ട് നിൽക്കുന്നു. അത്രയും നമ്പേഴ്സ് നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈ 100 പേരില് ചിലപ്പോ ഒരു 10 പേരെങ്കിലും മതി എനിക്ക് ജീവിതം മടുത്തു അവസാനിപ്പിക്കാമെന്ന് തോന്നിയവരായിരുന്നിരിക്കാം. ഡെഫിനറ്റ്ലി. അപ്പൊ ആ 10 പേരില് നമുക്ക് എന്താ പറയാ ഇത്രയും ആ ഒരു ഇത് കൊടുത്തിട്ട് അതിൽ നിന്നും അവർക്ക് ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് സോ പ്രൗഡ്ലി നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആ ടീം, എൻറ്റയർ ടീം ഹോപ്പ് ഓഫ് ലൈഫ് ഈസ് വെരി താങ്ക്ഫുൾ ദ സൈക്കോളജിസ്റ്റ്. കാരണം അവരവരുടെ സമയം വിൽക്കുകയാണ്. അവരുടെ ഒരു മണിക്കൂറിന് അവരൊരു കൺസൾട്ടിങ് എടുക്കുകയാണെങ്കിൽ അവർക്ക് 400 തരഹാണ് ഏറ്റവും കുറഞ്ഞത് ഒരു കൺസൾട്ടേഷൻ വരുന്നത്. അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിപ്രഷനോ നിങ്ങൾക്ക് അങ്ങനെ ഒരാളോട് സംസാരിക്കണമെന്നോ തോന്നണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതോ സംസാരിക്കുന്നതോ അതൊരു നിങ്ങളെ ഒരു ഭ്രാന്തനാണോ എന്ന് ചിന്തിക്കുക. അതൊരു റോങ്ങാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തലവേദന വന്നു, നിങ്ങളൊരു പാരസെറ്റമോൾ കഴിച്ചു, 1 വട്ടം കഴിച്ചു, 2 വട്ടം കഴിച്ചു, കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ അടുത്ത് പോകും. അത് പക്ഷെ ഒരു GP ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ENT ആയിരിക്കാം, നിങ്ങൾ കാണും അല്ലേ. അപ്പൊ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നമ്മളുടെ മനസ്സിന് ഒരു പ്രയാസം എന്ന് പറയുന്നത് അത് നമുക്കൊരു അസുഖമാണ്. നമ്മളുടെ ഈ ഹെഡേക്ക് ഒക്കെ പോലെ തന്നെ, ജലദോഷമൊക്കെ പോലെ തന്നെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. അപ്പൊ നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ മടിച്ചിരിക്കരുത്. ആസ് എ ഹ്യൂമൻ ബീയിങ് എല്ലാവരും, ആണായാലും പെണ്ണായാലും എല്ലാവർക്കും ഉണ്ട് ഡിപ്രഷൻ, എല്ലാവർക്കും ഉണ്ട് മാനസികാസ്വാസ്ഥ്യങ്ങള്. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് തേടുക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഭ്രാന്തനായിട്ട് കാണുമെന്നോ ഭ്രാന്തിയായിട്ട് കാണുമെന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റാണ്. അതൊരിക്കലും കാണരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഹോപ്പ് ഓഫ് ലൈഫിനെ ആശ്രയിക്കേണ്ട, അത് ഇനിയിപ്പോ കുറെ പേര് അറിയുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് ക്ലിനിക്കുകളിൽ പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ പ്രയാസം തുറന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു റിലീഫാണ്. നമ്മളൊരു ഏതൊരു അസുഖത്തിനും മരുന്ന് കഴിക്കുന്നു, അതിൻ്റെയൊക്കെ ഒരു ഗുണം തന്നെയാണ് നിങ്ങൾക്ക് അതിന് കിട്ടുക. അപ്പൊ അങ്ങനെ ചിന്തിക്കരുത്. ഹോപ്പ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് 2-3 സിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് തന്ന് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കി തരാൻ പറ്റുന്ന ഒരു സംഘടനയാണ് ഹോപ്പ് ഓഫ് ലൈഫ്. അപ്പൊ അത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. തീർച്ചയായും ഹോപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന, ഈ ഒരു കൂട്ടായ്മ തന്നെ ചേർത്ത് പിടിക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ ഒരു ആളില്ലാത്തതിന്റെ പേരില് ഒരു ജീവനും പൊലിയരുത്. ആ ഒരു എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. അപ്പൊ ഒരു എന്താ പറയാ സാമൂഹ്യ പ്രവർത്തകർ പല സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പല സംഘടനകൾ, നേഴ്സ് സംഘടന, EMNF നേഴ്സ് സംഘടന, അതുപോലെ അപ്പൊ പല സംഘടനകളിലും പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് കൂടിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഹോപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ അജണ്ട തന്നെ ഒരു ജീവനും പൊലിയാൻ പാടില്ല. അപ്പം 24 മണിക്കൂറും നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു കൂട്ടം സാമൂഹ്യ പ്രവർത്തകരും അതിലുപരി സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ് പാനൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹോപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈക്കോളജിയുടെ 1-2 സെഷനിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നില്ലേ? നമ്മൾ സൗജന്യമാണ്, സൗജന്യമാണ്. പിന്നെ മെഡിസിൻ വാങ്ങിക്കാൻ അവർക്ക് കഴിവില്ലെങ്കിൽ നമ്മൾ മെഡിസിന്റെ കാര്യത്തിന് നമ്മൾ അതിന് വഴി കണ്ടെത്തും. അപ്പം ഹോപ്പ് ഓഫ് ലൈഫ് വഴിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ ആ ഒരു കൺസൾട്ടേഷൻ ഫ്രീ ആണ്, സൈക്യാട്രിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. പക്ഷെ നമ്മുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ 100% ഇതെല്ലാം രഹസ്യ സ്വഭാവം, കോൺഫിഡൻഷ്യൽ ആണ്, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആണ്. പിന്നെ ഹാജി പറഞ്ഞ പോലെ നമ്മൾ ഒരു പനിക്ക് മരുന്ന് മേടിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഈ ഒരു സൈക്കോളജി, ഒരു കൺസൾട്ടേഷൻ. അതൊരു മോശമായിട്ട് കാണേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്നെ അയ്യോ ഞാനിപ്പോ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞാല് അവൾ എന്നെ എന്താ വിചാരിക്കുക, എനിക്ക് ഭ്രാന്താന്ന് വിചാരിക്കോ?
ചിന്താഗതി മാറണം. സമൂഹത്തിന്റെ കാര്യം നമ്മളിപ്പോ ഞാൻ നേഴ്സാണ്. ഞാൻ ഈ വർഷം ഈ 21 വർഷം മുൻപ് ഞാൻ നാട്ടില് മദർ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ ഈ സൈക്യാട്രിസ്റ്റിന്റെ മുന്നിൽ ആൾക്കാർ ഇരിക്കണ കാണുമ്പോ ഉള്ളിലൊരു ചിരി വരും. കാരണം ഇവർക്ക് തലയ്ക്ക് സുഖം. അന്ന് നമ്മുടെ വിവരം. അപ്പൊ അന്നൊക്കെ നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കാണാന്ന് പറഞ്ഞാൽ അയാൾക്ക് തലയ്ക്ക് സുഖമില്ലാതെ അത് എല്ലാവരും അവരവരുടെ ആ ഒരു തെറ്റായ ധാരണേനെ മാറ്റണം. അത് മനസ്സിന് സുഖമില്ല എന്ന് പറയുന്നത് ഈ മറ്റ് നമ്മുടെ ഓരോ അവയവങ്ങൾക്ക് ഒരു അസുഖം വരുന്ന പോലെ തന്നെയാണ്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഒരു അവയവല്ലേ. നമ്മളുടെ ഈ തലവേദന വരുന്ന പോലെ, ജലദോഷം പിടിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഇപ്പോ ഷുഗർ, പ്രഷർ, ഇതൊക്കെ ഒരു അസുഖങ്ങളല്ലേ. അതിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിനൊരു വിങ്ങല് വന്നാലേ, ആ മനസ്സിന് ഒരു എന്താ പറയാ, ഒരു നെഞ്ചിടിപ്പ് കൂടുമ്പോ അല്ലെങ്കിൽ ഒരു ടെൻഷൻ വരുമ്പോ അതൊരു അസുഖമാണ്. അത് ആ അസുഖം ഒരു ഭ്രാന്തല്ല. അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിന് സംസാരിച്ച് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ സൈക്കോളജി, മെഡിസിൻ വേണ്ടതാണെങ്കിൽ അത് സൈക്കാട്രിസ്റ്റ്. അതൊരിക്കലും ഒരു ഭ്രാന്തല്ല. ആ ഒരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതിന്റെ താഴെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹോപ്പ് ഓഫ് ലൈഫിന്റെ നമ്പർ ഉണ്ട്. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലുമോ ഇതുപോലെ മാനസിക പ്രയാസങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറും നിങ്ങളെ സഹായിക്കുന്ന ഒരു കൂട്ടം സാമൂഹ്യ പ്രവർത്തകരുണ്ട്, സൈക്കോളജിക്ക് ആൾക്കാരുണ്ട്, അതുപോലെ ഒരു സൈക്കാട്രിസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെ. ഈ ചേർത്ത് പിടിക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ, സംസാരിക്കാൻ ആളില്ലാത്തതിന്റെ പേരിൽ ഒരു ജീവനും പൊലിയാൻ പാടില്ല. അത് ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. നിങ്ങളോട് സംസാരിക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. വനിതാരത്നം അവാർഡ്, വനിതാരത്നല്ല, സൂപ്പർ വുമൺ അവാർഡ്, പിന്നെ വണ്ടർ വുമൺ അവാർഡ്, വണ്ടർ വുമൺ അൺസങ് ഹീറോ അവാർഡ് എഡിറ്റോറിയലിന്റെ 2022 കിട്ടിയായിരുന്നു. പിന്നെ സൂപ്പർ വുമൺ അത് ഭീമ ജ്വല്ലറിയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അത് ഒരുപാട് അവരുടെ നോമിനേഷനിൽ നിന്നും 30 പേരെ സെലക്ട് ചെയ്ത്, അതിൽ നിന്നും 10 പേരെ സെലക്ട് ചെയ്ത് ആ 10ൽ ഒരാളായിട്ട് നമ്മൾ വന്നു. അത് ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അത്രയൊക്കെ. എന്തായാലും പിന്നെ ഓരോരുത്തര് നമ്മളുടെ പ്രവർത്തനം ഇന്നതാണെന്ന് അറിയുമ്പോൾ പലരും അവരുടെ ഓരോ പ്രോഗ്രാമുകളിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താറുണ്ട്. അത് ഓൾ പ്രവാസി അസോസിയേഷനോട് ടൈപ്പായിട്ട് ഹോപ്പ് ഓഫ് ലൈഫിനും പാർട്ടായിട്ട് അത് നമ്മൾ ചെയ്യാറുണ്ട്. ഹോപ്പ് ഓഫ് ലൈഫ് ഈ ഒരു കൺസൾട്ടേഷൻ മാത്രമല്ല കൊടുക്കുന്നത്, ഒരുപാട് പ്രവർത്തനങ്ങൾ ഹോപ്പ് ഓഫ് ലൈഫിന്റെ അണ്ടറിൽ. ഫ്ലഡിന്റെ സമയത്ത് കുറെ പേർക്ക് നമ്മള് ബെഡ്, ഒരുപാട് ഫുഡ് കിറ്റുകള്, ഗ്രോസറികള്, വസ്ത്രങ്ങള് ഒക്കെ നമ്മൾ എത്തിച്ചു. ഹത്ത ആ ഭാഗത്തൊക്കെ നമ്മൾ പോയായിരുന്നു. അതുകൂടാതെ ഒരു ആടുജീവിതം എന്ന് പറഞ്ഞിട്ടൊരു പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ. അത് നമ്മള് വർഷത്തിലൊരിക്കലെങ്കിലും നമ്മള് അവരെ പോയി കാണാറുണ്ട്. മരുഭൂമിക്കുള്ളിൽ ശരിക്കും ആടുജീവിതം നയിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളത്. വർഷത്തിലൊരിക്കൽ 2 തവണയൊക്കെ ആയിട്ട് നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് വേണ്ട ഫുഡ് മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കാറുണ്ട്. അത് ചെന്ന് കാണേണ്ടതാണ്. അത് ഇവിടെ നിന്ന് ഈ മരുഭൂമിയിൽ ജീവിക്കുന്നവര് വൺസ് നിങ്ങൾ ഈ ജീവിതം, ഈ ദുബായ് ഗൾഫ് ജീവിതം വിട്ട് നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും ഈ ഒരു ആടുജീവിതം കാണേണ്ടതാണ്. അവിടെ ചെന്ന് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഒരു അനുഭവം തന്നെയായിരുന്നു അല്ലെ. നമ്മൾ ആ സമയത്ത് നമ്മൾ ഓർക്കുക, നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റിലും ഒരുപാട് ആളുകൾക്കിടയിലാണ്. ഇവര് ജീവിക്കുന്നത് ചുറ്റിലും ഒരുപാട് ആടുകൾക്കിടയിലാണ്. അതാണ് വ്യത്യാസം. ആടും ഒട്ടകവും കോഴി, ഇങ്ങനത്തെ കുറച്ച് ജീവികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അതും പലപ്പോഴും ഒരു ഏരിയയിൽ ഒരാൾ ഒറ്റയ്ക്കാണ്. അങ്ങനെ അവർക്ക് തൊട്ടടുത്തൊന്നും ഒന്നും ഉണ്ടാവില്ല. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒന്നിനും അവർക്ക് സൗകര്യമില്ല. അവരുടെ ജീവിതം ഈ കുറച്ച് ജീവികളുടെ ഇടയിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മളൊക്കെ ദൈവം നമ്മളെയൊക്കെ എത്രത്തോളം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മള് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെ നമ്മൾ ചിന്തിക്കണം. സ്വർഗത്തിലാണ് തീർച്ചയായും. അതുപോലെ തന്നെ ഹോപ്പ് ഓഫ് ലൈഫിന് ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഈ ഒരു പ്രവർത്തനം മാത്രമല്ല ഉള്ളത്. ആ ഒരു പ്രവർത്തനങ്ങളെ മൊത്തം ഏകീകരിച്ച് കൊണ്ടുപോകാനായിട്ട് തലപ്പത്തിരിക്കുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട. നിമിത്തം മാത്രം നമുക്ക് ബാക്കിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് വലുതാണ്. ഞാൻ അതിൻ്റെ ഒരു ആള് എന്ന് പറയാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അജിത്ത, ഇവിടുന്ന് ഈ ഡെഡ് ബോഡി കയറ്റി വിടുന്നത് ഞാൻ പലപ്പോഴും
ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അവൻ ഡെഡ് ബോഡി കയറ്റി വിടുന്നതിന് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് അതിൽ ഇൻവോൾവ്ഡ് ആവാറില്ല. ആരെങ്കിലും വിളിക്കും, അങ്ങനെ ഒരു ഇതുണ്ട്, നമുക്ക് ഇന്ന ആളുടെ കോണ്ടാക്ട് ഒന്ന് കിട്ടുമോ ചോദിക്കും. അപ്പൊ ഞാൻ അവരുടെ കോണ്ടാക്ട് പിന്നെ അവരായിട്ടാണ്. പിന്നെ 1-2 അനുഭവം നമ്മൾ നേരിട്ട് അയക്കേണ്ട ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട നമ്മൾ അറിയുന്ന ആളുകൾക്ക് മാത്രം ഞാൻ അങ്ങനെ അതില് പങ്കെടുക്കാറുള്ളൂ. അല്ലാത്ത കേസൊക്കെ നമ്മൾ അത് ചെയ്യുന്ന ആൾക്കാരുടെ, കാരണം അത് കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പർ വർക്കിന്റെ മാത്രമല്ല, ഇത്രയും വർഷം ഇവിടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് അവസാനം അവരുടെ ജീവൻ പോലും ഇവിടെ ത്യജിച്ച് നാട്ടിൽ പോകുമ്പോൾ ആ ഒരു വ്യക്തിയോട് കൊടുക്കേണ്ട ഒരു ബഹുമാനം, അല്ലെ, മാന്യത എല്ലാം കൊടുത്ത് വേണം അവരെ യാത്ര അയക്കാൻ. അതൊരു വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണല്ലേ ആ ഒരു അത് ചെയ്യുന്നത്. അത് ഒരുപാട് പേര് ഇപ്പൊ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ രീതിയിലും അല്ല, ഒരു സൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് അവിടെ രജിസ്റ്റർ ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരെയും കാണണ്ട, ആരെയും കാണാൻ കൂടി ചെല്ലണ്ട. അവിടെ ഒരു ലിങ്കില് നമുക്ക് നേരിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എല്ലാം ഇപ്പൊ ടെക്നോളജി ഒക്കെ വളർന്നില്ല, എല്ലാം ഇപ്പൊ ഓൺലൈനിലാണ്. നമ്മള് ആ ഓഫീസിൽ പോ, ഈ ഓഫീസിൽ പോ എന്നൊന്നുമില്ല, സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. കുറെ പേർക്ക് കുറെ അപവാദങ്ങൾ കേട്ടു. അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാനായിട്ട് നമ്മള് നനഞ്ഞിട്ട് ഇറം ചുമക്കുന്നവരുണ്ട്, നനയാതെ ഇറം ചുമക്കുന്നവരുണ്ട്. അപ്പോ അത് സാഹചര്യം എന്താണ് സംഭവിച്ചതൊക്കെ നമുക്ക് അത് പറയേണ്ട കാര്യം. പക്ഷെ ജെന്യൂനായിട്ട് ചെയ്യുന്നവർ തന്നെയാണ് ഏറെയും. ഇതിന്റെ കാര്യത്തില് എന്താ പറയാ, ഒരു ഡെഡ് ബോഡിയുമ വെച്ച് ആരും ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട്, അതൊന്നുമില്ല, ആരെങ്കിലും മുന്നിട്ട് ഇറങ്ങണ്ടേ ഇതിനു വേണ്ടിയിട്ട്. നമുക്ക് പിന്നിൽ നിന്ന് പലതും പറയാൻ സാധിക്കും, പക്ഷെ ഇറങ്ങി തിരിക്കുമ്പോഴാണ് ഇതിന്റെ ഓരോ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമ്മൾ അറിയുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങള് നമ്മളുമായിട്ട് പങ്കുവെച്ചു. ഒരുപാട് തിരക്കിനിടയിലാണെന്നറിയാം, എങ്കിലും ഒരുപാട് നന്ദി. വീണ്ടും വീണ്ടും ഒരുപാട് ആളുകൾക്ക്, പ്രവാസി മലയാളികൾക്ക്, ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ, ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രവാസി മലയാളിയുടെ പ്രിയപ്പെട്ട ഇത്തയായിട്ട് മരുന്നിന് മരുന്ന്, വസ്ത്രമോ ആഹാരമോ സഹായമോ സേവനമോ ഒക്കെ ആയിട്ട് ആതുര സേവനത്തിലും സാമൂഹിക സേവനത്തിലും ഇനിയും ഒരുപാട് ചുവടുകൾ മുന്നോട്ട് പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. നന്ദി. ആരോഗ്യത്തോടു കൂടി ഇതുപോലെ എന്നെ ദൈവം എത്ര നാളിരുത്തുന്നോ, എൻ്റെ ഈ കൈയും കാലും ഇതുപോലെ എനിക്ക് നടക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളിക്കുന്നവരുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ എന്നേ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് തുടർച്ചയായിട്ടും ഇനിയും ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇവിടെ വന്ന് സംസാരിക്കാൻ, കുറേ നാളായി എന്നെ വിളിക്കണം. ഞാനിങ്ങനെ ഓരോ ഒഴിവും പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ നീങ്ങി പോവായിരുന്നു. എന്തായാലും വരാൻ കഴിഞ്ഞു, സാധിച്ചു. ഒരുപാട് സന്തോഷം. നന്ദി.